ഓ പൊട്ടക്കണനാണേ, നമുക്ക് നമ്മളുടെ വി.ഡി. സതീശൻ ജിക്ക് പറ്റിയൊരു അമളിയെ കുറിച്ച് സംസാരിച്ചാലോ? ഒരു ഫോൺ കോള് അതങ്ങ് പരസ്യമായി നാണക്കേടായി. 2020 ഒരു മാനുവലിനെയാണ് അദ്ദേഹം വിളിക്കുന്നത്. ആഹാ, വി.ഡി. സതീശൻ ചേട്ടാ പറയൂ. നമസ്കാരം. നമസ്കാരം. ഓഹോ, മാനുവൽ നമ്മുടെ കൂടെ നിൽക്കണം, കോൺഗ്രസിന്റെ കൂടെ. പ്ലീസ്, അങ്ങനെ വേറെ തീരുമാനമൊന്നും എടുക്കരുത്. ഞാൻ സംഘടനാപരമായിട്ട് അവിടെ നമുക്കത് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് തരാം. പാർട്ടിക്കകത്ത് നിൽക്കണം, നമ്മളത് പറഞ്ഞു. അങ്ങനെ പോകല്ലേ? അങ്ങനെ പോകല്ലേ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. ഈ ശ്രീനിവാസനൊക്കെ എങ്ങനെ ഇത് നേരത്തെ മനസ്സിലായി എന്നുള്ളതാണ്. ബേസിക്കലായിട്ട് കോൺഗ്രസ്സുകാരനല്ലേ? അല്ലേ? അതെ, എനിക്കറിയാം. അവിടുത്തെ ചെറിയ വിഷയമൊക്കെ അതൊക്കെ ഞാൻ പരിഹരിച്ചു തരാം. അതെ, ചെറിയ വിഷയമൊക്കെ എനിക്കറിയാം, ഞാൻ പരിഹരിച്ചോളാം. പാർട്ടിക്കകത്ത് നിൽക്കണം, സംഘടനാപരമായിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഞാൻ ഉണ്ടാക്കി. ഏടാ സീരിയസായിട്ട് പറയാം, ഞാൻ നോക്കിക്കോളാം. സീരിയസ് ആയിട്ട് പറയാ, ഞാൻ നോക്കിക്കോളാം. സതീഷ് അണ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീരിയസ് അല്ലെന്ന് ആരെങ്കിലും പറയോ അണ്ണാ? എനിക്ക് അറിയാവുന്നല്ലേ, അത് ഫാദറിനൊക്കെ അറിയാവുന്നല്ലേ. ഒരു ചൂണ്ടയിട്ടു, ഫാദറിനെയൊക്കെ അറിയാവുന്നതല്ലേ, അപ്പൊ നിന്റെ അപ്പനെയും അറിയാം. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ പൂർണ്ണമായിട്ട് പ്രൊട്ടക്ട് ചെയ്തോളാം. ഇത് ഓക്കേ, കണ്ടോ, ഞാൻ പൂർണ്ണമായിട്ടും പ്രൊട്ടക്ട് ചെയ്തോളാം. അതായത് നീ ഞങ്ങളുടെ പാർട്ടിയിലോട്ട് വന്നിട്ട് എന്ത് തട്ടിത്തരം കാണിച്ചാലും ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. പക്ഷെ ഇങ്ങോട്ട് വരണം, ചാടുന്നത് NDAയിലോട്ട് ആകരുത് എന്നാണ്. സംഘടനാപരമായിട്ട് ഞാൻ അവിടെ നിർത്തിക്കോ. എല്ലാ സഹായം ചെയ്തേ. ഇത് ചെയ്യരുത്, മത്സരിക്കൊന്നും ചെയ്യരുത്. കൃത്യമായിട്ട് സതീശൻ ജി അവന്റെ കൊങ്ങയ്ക്ക് തന്നെ പിടിച്ചു. എടാ കേക്കണ്ട, തീരുമാനമൊന്നും എടുത്തേക്കരുത് കേട്ടോ. കോൺഗ്രസിനെ വിട്ടിട്ട് ഒരു തീരുമാനവും എടുക്കരുത്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സതീഷിനെ പോലുള്ള ഇത്രയും വലിയ നേതാവ് റിക്വസ്റ്റ് ചെയ്യുന്നു, കാലി പിടിക്കുന്നു. കഷ്ടമാണ് അണ്ണാ. എത്രമാത്രം തരം താണാണ് സതീശൻ ജി വീഴുന്നത്. കാരണം ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാനുവലിൽ എന്തെങ്കിലുമൊക്കെ പവർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷെ ഇത് എന്നിട്ടാണ് ഇവർ പറയുന്നത് BJP ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നു എന്ന്. BJP പിടിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാ പാർട്ടികളും ചാക്കിട്ട് പിടിക്കുന്നുണ്ട്, കോടികൾ മറിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ഇതിപ്പം സതീഷ് അണ്ണന്റെ ഫോൺ കോള് പരസ്യമായത് സതീഷ് അണ്ണന് തന്നെ വിനയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൊട്ടക്കണ്ണാണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ.